നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു വോയിസ് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പേയിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ പണം നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വളരെ വൈറലായിട്ടുള്ള ഒരു വോയിസും ഒരു സ്ക്രീൻഷോട്ടും ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വോയിസും ഒരു സ്ക്രീൻഷോട്ടും എന്താണ്, ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്, നമുക്ക് ആ ഒരു പോക്കറ്റ് മണി എന്നൊരു ഫീച്ചറാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് എന്തിനു ഉപയോഗിക്കുന്നു, അത് ആർക്കാണ് ഉപകാരപ്പെടുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. അതെങ്ങനെ എനേബിൾ ചെയ്യാം, എനേബിൾ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് വാട്സപ്പിനകത്ത് പറ്റിച്ച ആ വോയിസ് നമുക്ക് നോക്കാം. ആ വോയിസ് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. ഹലോ, എല്ലാവർക്കും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മെസ്സേജ് ഇടുന്നത്. സ്ലീപ്പറിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ GPayയിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആർക്കാണോ അയച്ചത് അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനോ അത് ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ നിന്ന് ഒരു 10,100 രൂപ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായിപ്പോയി. അത് ആർക്കാണോ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, ആർക്കാണോ കിട്ടിയെന്നൊന്നും ഡീറ്റെയിൽസ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്കാമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ലാസ്റ്റ് ആർക്കാണോ ഗൂഗിൾ പേ അയച്ചു കൊടുത്തത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ അതിനകത്ത് അറിയാതെ തൊട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് അതേ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സ്കാമാണ്. 10,100 റുപ്പീസാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തൊരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കാമാണ്. ഗൂഗിൾ പേയിൽ പറ്റുന്ന ആൾക്കാരെല്ലാവരും ഗൂഗിൾ പേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക പ്ലീസ്. ഇതായിട്ട് നോക്കുക. ഇപ്പോൾ അത് RM സീറ്റിൽ ഇപ്പോൾ ഒരാൾ ഇട്ടിട്ടുണ്ട്. എനിക്കതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയിട്ടുണ്ട്. ആ എമൗണ്ട് പോയത് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ പോലും അതിൻ്റെ അകത്ത് കാണുന്നില്ല. ആർക്കാണ് അയച്ചതെന്ന് ആരാണ് എടുത്തതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ സൈബർ സെല്ലോട്ടൊരു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. എല്ലാവരും നോക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ലെഫ്റ്റ് കോർണറിൽ ടോപ്പായിട്ട് നമ്മളെ കയ്യിൽ ഒരു സിഗ്നൽ കാണിക്കും. രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. പോക്കറ്റ് മണി എന്നാണ് അതിൻ്റെ പേര്. മിക്കവാറും എല്ലാവരുടെ GPay അക്കൗണ്ടിലും അത് വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, അത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ പേക്കകത്ത് ഇവിടെ കാണുന്ന ഈ പോക്കറ്റ് മണി എന്ന ഫീച്ചറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ അനാവശ്യമായിട്ടുള്ള ചില വോയിസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളും പ്രചരിച്ചത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോക്കറ്റ് മണി എന്ന ഫീച്ചർ ഗൂഗിൾ പേ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമുക്കറിയാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു UPI ട്രാൻസാക്ഷനാണ് നമുക്ക് ഗൂഗിൾ പേ എന്നുള്ളത്. ഗൂഗിൾ പേ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ആവശ്യമാണ്, ബാങ്കിലെ മൊബൈൽ നമ്പർ ആവശ്യമാണ് എന്ന് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇനി മുതൽ ഗൂഗിൾ പേ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ഫീച്ചർ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പണം കൈമാറാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സാധാരണ കുട്ടികൾക്കൊക്കെ നമ്മൾ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയൊക്കെ നമ്മൾ അവർക്ക് മിഠായി വാങ്ങാൻ വേണ്ടിയൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തൽക്കാലത്തേക്ക് അവർക്ക് 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ നമ്മുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ ആ ഒരു പോക്കറ്റ് മണിക്ക് പകരം ഗൂഗിൾ പേ അവതരിപ്പിച്ച ഒരു സംവിധാനമാണ് ഈ ഒരു പോക്കറ്റ് മണി എന്ന ഫീച്ചർ. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചുതരാം. ഇത് ആർക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ പോക്കറ്റ് മണി എന്നുള്ള ഫീച്ചർ സാധാരണ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോൺ, ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവരുടെ മൊബൈൽ നമ്പറിൽ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈ പോക്കറ്റ് മണി, ഇപ്പോൾ നിങ്ങൾ പിതാവാണെങ്കിൽ പിതാവിൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഈ പോക്കറ്റ് മണി എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണുന്ന സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ഓർക്കുക, ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് വാട്സപ്പിലെ വോയിസ് വരുന്നത്. ഒരിക്കലും അങ്ങനെ പണം നഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ എമൗണ്ടിന് ഒരു UPI പിൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ആർക്കാണോ അയച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പണം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാൾ ക്ലിക്ക് ചെയ്തപ്പോൾ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വിഡിത്തമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം ആ വോയിസും ആ സ്ക്രീൻ റെക്കോർഡും പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും ആശങ്കപ്പെട്ടിട്ടുണ്ട്. കാരണം പലരും ഇത് നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ പ്രത്യേകിച്ച് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അവരുടെ അക്കൗണ്ടിൽ നിന്നതിൽ അവരറിയാതെ പണം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോകുമോ എന്ന രീതിയിലൊക്കെ അവർ ആശങ്കപ്പെടുന്നുണ്ട്. ആ വോയിസിനകത്ത് പറയുന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നഷ്ടപ്പെടില്ല. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാം ഏറ്റവും മുകളിൽ ആഡ് സംവൺ ഫ്രം യുവർ ഫോൺ ബുക്ക്. നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്നുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ പോക്കറ്റ് മണി അയച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റാർക്കെങ്കിലും, നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും നിങ്ങൾ പോക്കറ്റ് മണി ആയിട്ട് പണം അയച്ചു കൊടുക്കുന്നതാണെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം അയാളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അയാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അത് ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. ഓർക്കുക, അയാളുടെ ഗൂഗിൾ പേയിൽ അയാളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കും. ആ അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ അയാളുടെ ഗൂഗിൾ പേയുടെ QR കോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് QR കോഡ് ഓപ്പൺ ചെയ്യുക? ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ പ്രൊഫൈലിൻ്റെ നേരെ താഴെ ഒരു QR കോഡിൻ്റെ ചിഹ്നം, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ QR കോഡ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാണ് നിങ്ങൾ പോക്കറ്റ് മണി കൊടുക്കുന്നതെങ്കിൽ അവരുടെ QR കോഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പർ, ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു സ്കാനർ ഓപ്പൺ ആയിട്ട് വരും. കുട്ടിയുടെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ അവരുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അവരുടെ QR കോഡ് എടുത്ത് ഇതുപോലെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഒരു പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പണം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഗൂഗിൾ പേക്കകത്ത് അയാൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും അയാൾക്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, അയാൾക്ക് ആ പണം അയാളുടെ അക്കൗണ്ടിനകത്തുണ്ടാകും. അയാൾക്ക് എവിടെയെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് സാധാരണ നമ്മൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, അങ്ങനെ ആ വ്യക്തി പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൺഫേം ചെയ്താൽ മാത്രമേ അയാൾക്കത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുട്ടികൾക്കുള്ള വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണം കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഗൂഗിൾ പേയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അനാവശ്യമായിട്ട് പണം ചിലവാക്കാതിരിക്കും. കാരണം അവർ ഏത് ആവശ്യത്തിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾ കൺഫേം ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല. അവരെന്തിനാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം പോക്കറ്റ് മണി എന്നുള്ളത് നേരത്തെ നമ്മൾ കയ്യിൽ കൊടുത്തിരുന്ന ക്യാഷ് ഇപ്പോൾ ഗൂഗിൾ പേക്കകത്ത് അവർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഫീച്ചർ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലൊന്നും നിങ്ങൾക്ക് പണം നഷ്ടപ്പെടില്ല. അവർ ആർക്കാണോ നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്ന അയാളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എത്രയാണോ പണം കൊടുക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ആ വ്യക്തിക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് 1-2 ക്ലിക്കോടെ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത പല ആളുകളും തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.